ഹായ്, വെൽക്കം ബാക്ക് ടു സോൾട്ട് ആൻഡ് സോൾ നിദാമ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. അപ്പം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 കിലോ ചിക്കൻ, 3 വലിയ സവാള, 2 കൂട്ടം വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 10 തൊട്ട് 15, ഒരു വലിയ തക്കാളി, ഒരു കൈ നിറയെ മല്ലിയില. അപ്പം എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഒരു പാൻ എടുക്കുക, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയ ശേഷം കരിയാപ്പില ഇടുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മല്ലിയില ഇതെല്ലാം ഇട്ട് ശേഷം ഒത്തിരി വേവിക്കാതെ മീഡിയം വേവ് ആകുമ്പോൾ ചിക്കനും ഇട്ട് ഇളക്കി അടച്ചു വെക്കുക. പിന്നീട് മൂടി തുറന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് ഈ ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്ത് പിന്നെയും അടച്ചു വെക്കുക. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയ ശേഷം വേറെ ഒരു പാൻ എടുത്ത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ച ശേഷം നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് മിക്സ് ചെയ്യുക. ഈ ചിക്കൻ കറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. അതിന് പകരമാണ് നമ്മൾ പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആകെ 3 പൊടിയേ നമ്മൾ എടുത്തിട്ടുള്ളൂ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഈ ചിക്കൻ കറി ഒന്ന് തിളച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കാണെങ്കിൽ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ആ കറിക്ക് കൊഴുപ്പില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഉരുളക്കിഴങ്ങ് നമുക്കാണെങ്കിൽ തിളപ്പിച്ച് ഇതിനകത്ത് പൊടിച്ച് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ചിക്കൻ കറിക്ക് കൊഴുപ്പ് കൂടുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്